വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ മംഗലാപുരത്തെ കദ്രി പാർക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കദ്രി പാർക്കിലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് പോകുന്ന വഴി. ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇതൊക്കെ നമ്മുടെ കദ്രിയുടെ ഭാഗത്തായിട്ട് പെടുന്ന സ്ഥലം കേട്ടോ. ഇതൊക്കെ കദ്രിയുടെ എൻട്രൻസിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരുന്ന സ്ഥലം ഇതൊക്കെ. അങ്ങനെ ഇതാണ് എൻട്രൻസ്. അതിൻ്റെ ഇവിടെ നമ്മൾ എൻട്രൻസിലെത്തി. ഇത് ഈ പിള്ളേരുടെ കളിപ്പാട്ടങ്ങളാണ്. നല്ല രസമുണ്ട് കാണാൻ. പാവ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ അതൊക്കെ. അപ്പം ഇതാണ് കദ്രി പാർക്കിൻ്റെ ഫ്രണ്ടിലെ വ്യൂ പോയിന്റ്. ഇതാണ് എൻട്രൻസ്. എന്താണ് ചെറിയ ട്രെയിന്. പിള്ളേർക്കുള്ള ഒരു ചെറിയൊരു കദ്രി പാർക്ക് മാംഗ്ലൂർ. ആണ് ട്രെയിനിൽ പിള്ളേർക്ക്. അപ്പം ഇതാണ് നമ്മുടെ കദ്രി പാർക്കിൻ്റെ അകത്തോട്ടുള്ള വഴി. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല നല്ല മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്, ചെടികൾ. ഇത് ഇവിടുത്തെ ഇതാണ് സ്റ്റേജ്. ഇവിടെ നല്ല ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അത് ഈ സ്റ്റേജിൽ വെച്ചാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പം ഇതാണ് നമുക്കിങ്ങനെ ഇതിന് ചുറ്റും നടക്കാനുള്ള വഴികളും അതിനുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരണമൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് അതിൻ്റെ ചുറ്റും നടക്കാൻ. പൂക്കൾ. നല്ലൊരു അന്തരീക്ഷമാണ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. നല്ലൊരു തണുപ്പും. നമുക്കിവിടെ ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്നു വെച്ചെങ്കിൽ ഇവിടെ ഇച്ചിരി ഗാർഡനും അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. എന്താണ് ആ ട്രെയിൻ ഇതിലൂടെ ഇങ്ങനെ ചുറ്റി അടിച്ച് റൗണ്ടായിട്ട് വരുന്ന ട്രെയിനിൻ്റെ വഴിയത്. ഇതാട്ടോ ആ കുളം. കുളം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനകത്ത് കുറച്ച് വെള്ളം. വേറെ പ്രത്യേകിച്ചൊന്നും ഈ കുളത്തിനെ കുറിച്ച് പറയാനൊന്നുമില്ല. അവർ വേണ്ടതുപോലെ ഒന്ന് ക്രമീകരിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസ് ആവും ഇവിടെ. അവരൊന്നും ചെയ്തിട്ടില്ല അതിന് വേണ്ടി. ഈ കുളത്തിന് ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ട് നമുക്ക് നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതും വിശ്രമിക്കാൻ വേണ്ടിയൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളതൊക്കെ. പൈപ്പിൽ കൂടെ ഒക്കെ വെള്ളം വിട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. അത് നമ്മുടെ റോഡാട്ടോ, മെയിൻ റോഡ്. NH 66 മംഗലാപുരത്ത് നിന്ന് നന്തൂർ വഴി കാറ് അങ്ങോട്ട് ഉടുപ്പി കുന്താപ്പുറ അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ ആ റോട്ടിൽ നിന്നാലും ആ റോട്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാലും അങ്ങോട്ടേക്കും കാണാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊക്കെ നിൽക്കുവാണെങ്കിൽ അവിടെ നോക്കിയാലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഇവിടുത്തെ കുളത്തിൻ്റെ ഇതിൻ്റെയൊക്കെ അകത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറേ ബെഞ്ചുകളൊക്കെ ഇതിൻ്റെ അകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കട്ടെ ഇതിൻ്റെ അകത്ത്. ഇവിടെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇത് പണി തീർന്നിട്ടില്ല. ഇത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു കമ്പ് കേട്ടോ. നല്ല രസമുണ്ട്. അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് പോയി എടുക്കണം. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണുവാണെങ്കിൽ നല്ല രസം. അതാണ് ആ ട്രെയിൻ. നേരത്തെ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ടത്. അവരിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വലിയ സ്പീഡൊന്നുമില്ല. ഇത് ഈ സ്പീഡേ ഉണ്ടാകത്തുള്ളൂ. ഈ സ്പീഡിലൂടെ അവരിങ്ങനെ പോവും.
ഇതൊക്കെ പിള്ളേർക്ക് കളിക്കാനും. ഇതിൻ്റെ അകത്തൊക്കെ ബെഞ്ചുണ്ട്. ഇത് ഈ വൈകുന്നേരങ്ങളിലും എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വൈകുന്നേര സമയങ്ങളിലാട്ടോ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും ആൾക്കാരൊക്കെ. ഇത് പിള്ളേർക്കുള്ളത്. ഇതിപ്പോൾ റീസെൻ്റ് ആക്കിയത്, പുതിയതായിട്ട് ആക്കിയത്. നേരത്തെ ഇതില്ലായിരുന്നു ഇവിടെ. ഇത് പിള്ളേർക്ക് മാത്രമുള്ളതാണ്. ഇവിടെ ആർക്കും വരാം കേട്ടോ, ഫ്രീ ആണ്. ഇതാ ആർക്കും ഇവിടെ വന്ന് ഇതും പിള്ളേർക്ക് ഊഞ്ഞാലാടാന്. പിള്ളേർക്ക് കുറെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് കുറെ രീതിയിലുള്ള ഇതാണ് നമുക്കൊരു ചെറിയൊരു തുരങ്കം. നമ്മുടെ ആ ട്രെയിൻ ഉണ്ടല്ലോ, ചെറിയ ട്രെയിൻ, അത് ഇതിന്റെ അകത്തൂടെ കയറി ഇറങ്ങി അതിങ്ങനെ പോകും. ഈ തുരങ്കം ഇച്ചിരി വലുതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പെട്ടെന്ന് കയറി 2 സെക്കൻഡ് കൊണ്ട് അവിടെ ഇറങ്ങി. ഇത് ആ റോഡ് തന്നെ കേട്ടോ, നമ്മുടെ മെയിൻ റോഡ് തന്നെ, ചെറുതാണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്തൂടെ കയറി പുറത്തോട്ടേക്ക് ഇറങ്ങി. ഉണ്ടോ മേളിലൊരു പുലിക്കുട്ടനുണ്ട്. പുലിക്കുട്ടന്റെ സ്റ്റാച്ചു. എന്താണ് കേട്ടോ ആ പുലിക്കുട്ടൻ. അങ്ങനെ നമ്മള് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇവിടുത്തെ ഒരു റൗണ്ടൊക്കെ അടിച്ച് നമ്മള് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇവിടെ തന്നെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്, സമയം അറിയാനും ക്ലോക്കും കാര്യങ്ങളൊക്കെ. അതാണ് കേട്ടോ പതാക. അവിടെ കണ്ടില്ലേ, അതിന്റെ ഒരു ഇവിടെ നിന്നാണ് അതിന്റെ കറക്റ്റ് ഒരു വ്യൂ പോയിന്റ് കിട്ടുന്നത്. കാണിച്ചു തരാനുണ്ട്. ഇതാണ് ഇന്ത്യക്കാരുടെ ഒക്കെ അഭിമാനമായ നമ്മുടെ പതാക. ഞങ്ങൾ പുറത്തോട്ട് വന്നു കേട്ടോ. പുറത്തേക്ക് വന്നിപ്പോ റോഡിലെത്തി നമ്മൾ. ഇതെല്ലാം പാർക്കിംഗ് ആട്ടോ. ഈ പാർക്കിലേക്ക് വരുന്നവർക്കെല്ലാം ഉള്ള പാർക്കിംഗ് ആണ്. ഇവിടുന്ന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവിടെ ഓരോ സ്ഥലങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ കയറിയിരിക്കാൻ നമുക്ക് വിശ്രമിക്കാനും കാണുന്നൊക്കെ അതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. ഇത് നമ്മുടെ ഇവിടുത്തെ റേഡിയോ സ്റ്റേഷനാണ് കേട്ടോ, ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടേക്ക് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.